ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ബി.ഡി.ജെ.എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി, ബി.ജെ.പി. നേതാവ് പി.കെ. കൃഷ്ണദാസ് എന്നിവർക്കൊപ്പമെത്തി എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മോഹൻ ജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേരള കോൺഗ്രസിൽ നിന്നും ഒട്ടേറെ പേർ ബി.ജെ.പിയിലെത്തുമെന്നും നിലമ്പൂരിൽ വിജയപ്രതീക്ഷയാണുള്ളതെന്നും സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പറഞ്ഞു. ജാതി മതങ്ങളുമായിട്ട് അടിസ്ഥാനത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ട് ബന്ധമുണ്ട്. എനിക്ക് 36 വർഷത്തെ അഭിഭാഷക വൃത്തിയുടെ പരിചയമുണ്ട്, 47 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുണ്ട്. ഇനി നിങ്ങളൊരു അത്ഭുതം കാണാൻ പോകുന്നു. കേരള കോൺഗ്രസിൽ ധാരാളം പേര് എന്റെ ചുവട് പിടിച്ച് വരാൻ നിൽക്കുന്ന ഒരു നിലയിൽ ഞാൻ തന്നെ വിളിച്ചിട്ടുണ്ട്. തീർച്ചയായും ബി.ജെ.പി. എന്ന മഹത്തായ പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങളെല്ലാം കടന്നു വരും. എല്ലാം കേരള കോൺഗ്രസ് ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഞങ്ങളൊക്കെ കേരള കോൺഗ്രസ് ഒരു കേരള കോൺഗ്രസ് ആയപ്പോൾ തുടങ്ങിയതാണ്. പക്ഷേ അവർ നേതാക്കന്മാർ തമ്മിൽ പിരിഞ്ഞപ്പോൾ ഞങ്ങളെപ്പോലെ രണ്ടാന്തര നേതാക്കന്മാർക്ക് അബദ്ധം പറ്റിപ്പോയി, അത്രയേ ഉള്ളൂ. അതൊക്കെ എല്ലാവർക്കും അറിയാം, നോബൽ മാത്യുവിനൊക്കെ അറിയാം. കാരണം ഇവിടുത്തെ ഇപ്പം തള്ളിപ്പറഞ്ഞ ഒരു പാർട്ടി വരുന്നതിന് മുമ്പിൽ ഞാൻ മുമ്പിലായതാണ്. ഞാനിപ്പം ആരാ തള്ളിപ്പറഞ്ഞ ആളെ പേരൊന്നും ഞാൻ പറയുന്നത്, പേരോട് ഞാൻ പറയാം. ഞാൻ KSCയുടെ 3 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുള്ളപ്പോൾ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നെ ഇപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിനും അതേപോലെ തന്നെ മുൻ മന്ത്രി മോൻസി ജോസഫൊക്കെ ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷമാണ് ആ സംസ്ഥാന ഭാരതത്തിൽ കടന്നു വന്നത്.